ശ്രീ എം ജി സുരേഷ് കുമാർ, 33 വയസ്സുള്ള ഒരു പൗരൻ ഒരു കുറ്റം ചെയ്താൽ പിതാവും മാതാവും ഇനി എൻ്റെ മകൻ ആ കുറ്റം ചെയ്യില്ല എന്ന് തഹസീൽദാറോട് ഒപ്പിട്ട് കൊടുക്കണമത്രേ. എന്ത് കഥയാണ് ശ്രീ എം ജി സുരേഷ് കുമാർ? ഒന്ന്, ഈ പ്രശ്നത്തിനകത്ത് പ്രശ്നം രമ്യമായി ഇപ്പോൾ തൽക്കാലം പരിഹരിക്കപ്പെടുകയും മറിയുമ്മയ്ക്കും കുടുംബത്തിനും അവിടെ വൈദ്യുതി കിട്ടുകയും ചെയ്തു എന്നുള്ളതിൽ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഞാനും സന്തോഷിക്കുന്നു. എനിക്കും വളരെ സന്തോഷമാണ്. അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആളുകൾക്കുണ്ട്. അല്ല, ഞാനാണോ പറയുന്നത്? അബദ്ധങ്ങൾ ഉണ്ടാക്കുക, അമളിക്ക് പിന്നാലെ അമളികളുടെ പിന്നാലെ പോവുക, ഒടുവിൽ അതിനെ വ്യാഖ്യാനിക്കാൻ എം ജി സുരേഷ് കുമാറിനെ പോലെ ക്രെഡിബിൾ ആയ ഒരു ഉദ്യോഗസ്ഥനെ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എം ജി സുരേഷിന് പറയേണ്ടി വരിക. ഞാൻ ഇങ്ങനെ എം ജി സുരേഷ് കുമാർ ഡിഫൻസിലായി കണ്ടിട്ടില്ല. എം ജി സുരേഷ് കുമാർ, താങ്കൾ സത്യസന്ധമായി പറയൂ, ആത്മാർത്ഥമായി പറയൂ, ഇത് ആ KECBയുടെ ചെയർമാന്റെ ഭാഗത്തു നിന്ന് വന്ന അമിതാവേശത്തിന്റെ ഫലമല്ല. അരുണേ, ഞാനത് പറയട്ടെ. ഞാൻ ആദ്യം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ പറഞ്ഞു, യഥാർത്ഥത്തിൽ വൈദ്യുതി ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരായാലും ഏത് സർക്കാർ ജീവനക്കാരായാലും ഹീറോയിസം അല്ല നടപ്പാക്കേണ്ടത്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചെയ്താൽ നേരെ വെടിവെച്ച് കൊല്ലുക എന്നതല്ല നടപടി സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷേ ഇതിനകത്ത് വിജേഷ് അടക്കമുള്ളവർ ചർച്ചയിലുണ്ട് എന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം ഇത് കേവലമായി ഈ പറയുന്ന അജ്മൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപരമായ എന്തോ ദോഷത്തിൻ്റെ ഭാഗമായി വന്നു ചേർന്ന പ്രശ്നമല്ല. ഇത് കുറേ കാലമായി അജ്മൽ അടക്കമുള്ള അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് എടുത്തുകൊണ്ടിരുന്ന സമീപനമാണ്. പ്രായോഗികമായി ഉദ്യോഗസ്ഥന്മാർ ഒരു പ്രശ്നത്തിനകത്ത് അവരുടെ ഔദ്യോഗിക ഡ്യൂട്ടി നിർവഹിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുണ്ടാകുന്ന ഇടപെടലുകൾ എന്ന് പറയുന്നത് ഈ തിരുവമ്പാടിയിൽ മാത്രമല്ല, ഇതിനെ മറ്റൊരു അർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വലിയ ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി ഈ കക്ഷി യൂത്ത് കോൺഗ്രസിൻ്റെ അവിടുത്തെ ബ്ലോക്ക് സെക്രട്ടറിയാണ് എന്നത് നിങ്ങളാരും യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം വളരെ കൃത്യമായ നിയമപരമായ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒട്ടേറെ ഈ പറയുന്ന രാഷ്ട്രീയവും അല്ലാത്തതുമായ പോലീസല്ലേ. പിണറായി വിജയൻ ഭരിക്കുന്ന കേരള പോലീസിന്റെ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തിരിക്കുന്ന വീട്ടിൽ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് കഴിഞ്ഞ 48 മണിക്കൂറായിട്ട് അതേ മന്ത്രിസഭയിലെ ഒരു മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല, ഇത് ഈ ക്രമസമാധാന പ്രശ്നം എന്ന് പറയുന്നത് കേവലമായി ഈ പറയുന്ന രൂപത്തിൽ ലോ ആൻഡ് ഓർഡറിൻ്റെ മാത്രം പ്രശ്നമായിട്ടല്ല ഞങ്ങൾ അതിനെ കാണുന്നത്. ഞാൻ അതാ പറഞ്ഞത്, നേരത്തെ ഞാൻ ഉന്നയിച്ച ഡിസ്കണക്ഷൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരൻ്റെ ജോലി ചെയ്യാനുള്ള അവകാശത്തിൻ്റെ മേലെയുള്ള പ്രശ്നം കൂടിയുണ്ട്. അത് അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഈ പ്രശ്നത്തിനകത്ത് മാനുഷികമായ ഘടകങ്ങളൊക്കെ തന്നെ